പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുമുള്ള ടോപ്പിക്കുകളിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ടോപ്പിക് ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1875 സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന ബഹുമതിയും ഇതിനുണ്ട്. ആദ്യകാല നാമം ദി ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ. 1956 കേന്ദ്ര സർക്കാരിന്റെ സ്ഥിരാംഗീകാരം ലഭിച്ചു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1992 സ്ഥാപിതമായി. 1993 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അംഗീകാരം ലഭിച്ചു. 1995 ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന സ്ഥാനം ലഭിച്ചു. സെൻസെക്സ് BSE ഓഹരി സൂചിക സെൻസെക്സ് എന്നറിയപ്പെടുന്നു. സെൻസിറ്റിവിറ്റി ഇൻഡെക്സ് എന്നതിന്റെ ചുരുക്കമാണ് സെൻസെക്സ്. നിഫ്റ്റി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ വിപണി സൂചിക നിഫ്റ്റി എന്നറിയപ്പെടുന്നു. ഒന്നുകൂടി നോക്കാം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1875 സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആദ്യകാല നാമം ദി ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ. 1956 കേന്ദ്ര സർക്കാരിന്റെ സ്ഥിരാംഗീകാരം ലഭിച്ചു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1992 സ്ഥാപിതമായി. 1993 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അംഗീകാരം ലഭിച്ചു. 1995 ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന സ്ഥാനം ലഭിച്ചു. സെൻസെക്സ് BSE ഓഹരി സൂചിക സെൻസെക്സ് എന്നറിയപ്പെടുന്നു. സെൻസിറ്റിവിറ്റി ഇൻഡെക്സ് എന്നതിന്റെ ചുരുക്കമാണ് സെൻസെക്സ്. നിഫ്റ്റി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ വിപണി സൂചിക നിഫ്റ്റി എന്നറിയപ്പെടുന്നു. അടുത്ത ടോപ്പിക് ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങൾ. ആദ്യ സന്ദർശനം ഓഗസ്റ്റ് 18, 1920 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം. രണ്ടാം സന്ദർശനം മാർച്ച് 8, 1925 വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണാൻ. മൂന്നാം സന്ദർശനം ഒക്ടോബർ 9, 1927 തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി. നാലാം സന്ദർശനം ജനുവരി 10, 1934 ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം. അഞ്ചാം സന്ദർശനം ജനുവരി 12, 1937 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിൽ. ഗാന്ധിജി ശ്രീ നാരായണ ഗുരുവിനെയും റാണി ലക്ഷ്മിഭായിയെയും കണ്ട കേരള സന്ദർശനം. രണ്ടാം കേരള സന്ദർശനത്തിൽ 1925 ഗാന്ധിജിയുടെ കേരള സന്ദർശന സമയത്ത് ഹരിജനങ്ങളുടെ ഉയർച്ചയ്ക്കായി തന്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഊരി നൽകിയത് കൗമുദി ടീച്ചർ. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അഞ്ചാം കേരള സന്ദർശനം. ഒന്നുകൂടെ നോക്കാം. ആദ്യ സന്ദർശനം ഓഗസ്റ്റ് 18, 1920 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം. രണ്ടാം സന്ദർശനം മാർച്ച് 8, 1925 വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണാൻ. മൂന്നാം സന്ദർശനം ഒക്ടോബർ 9, 1927 തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി. നാലാം സന്ദർശനം ജനുവരി 10, 1934 ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം. അഞ്ചാം സന്ദർശനം ജനുവരി 12, 1937 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിൽ. ഗാന്ധിജി ശ്രീ നാരായണ ഗുരുവിനെയും റാണി ലക്ഷ്മിഭായിയെയും കണ്ട കേരള സന്ദർശനം. രണ്ടാം കേരള സന്ദർശനത്തിൽ 1925 ഗാന്ധിജിയുടെ കേരള സന്ദർശന സമയത്ത് ഹരിജനങ്ങളുടെ ഉയർച്ചയ്ക്കായി തന്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഊരി നൽകിയത് കൗമുദി ടീച്ചർ. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അഞ്ചാം കേരള സന്ദർശനം. അടുത്ത ടോപ്പിക് കേരളത്തിലെ അണക്കെട്ടുകൾ. തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. തെന്മല അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? കല്ലടയാർ. ആനയിറങ്ങൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ. കുറവൻ കുറത്തി മലകൾക്കിടയിലെ അണക്കെട്ട് ഇടുക്കി അണക്കെട്ട്. ഇടുക്കി അണക്കെട്ടിന്റെ സ്ഥാപിത വൈദ്യുതോൽപാദന ശേഷി 780 മെഗാവാട്ട്. ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് സഹകരിച്ച രാജ്യം കാനഡ. 1976 ഫെബ്രുവരിയിൽ ഇടുക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. പേപ്പാറ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം.
കക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. ഭൂതത്താൻ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. ഒന്നുകൂടെ നോക്കാം. തെന്മല അണക്കെട്ട് കൊല്ലം. തെന്മല അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി കല്ലടയാർ. ആനയിറങ്ങൽ അണക്കെട്ട് ഇടുക്കി. ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ. കുറവൻ കുറത്തി മലകൾക്കിടയിലെ അണക്കെട്ട് ഇടുക്കി അണക്കെട്ട്. ഇടുക്കി അണക്കെട്ടിന്റെ സ്ഥാപിത വൈദ്യുതോൽപാദന ശേഷി 780 മെഗാവാട്ട്. ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് സഹകരിച്ച രാജ്യം കാനഡ. 1976 ഫെബ്രുവരിയിൽ ഇടുക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. പേപ്പാറ അണക്കെട്ട് തിരുവനന്തപുരം. കക്കി അണക്കെട്ട് പത്തനംതിട്ട. ഭൂതത്താൻ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. അടുത്ത ടോപ്പിക് ഹീമോഗ്ലോബിൻ. RBCയിലെ വർണ്ണകം. ഇരുമ്പ് മുഖ്യ ഘടകമായ പ്രോട്ടീൻ. ഓരോ RBCയിലും 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകൾ. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര 4 ഓക്സിജൻ തന്മാത്രകളെയോ 4 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളെയോ സംവഹനം ചെയ്യുന്നു. ഹീമോഗ്ലോബിന്റെ അളവ് സ്ത്രീകളിൽ 12 മുതൽ 16 വരെയാണ്. ഹീമോഗ്ലോബിന്റെ അളവ് പുരുഷന്മാരിൽ 14 മുതൽ 18 വരെയാണ്. അളവ് കുറയുന്നത് അനീമിയയ്ക്ക് കാരണമാകുന്നു. ഒന്നുകൂടെ നോക്കാം. RBCയിലെ വർണ്ണകം. ഇരുമ്പ് മുഖ്യ ഘടകമായ പ്രോട്ടീൻ. ഓരോ RBCയിലും 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര 4 ഓക്സിജൻ തന്മാത്രകളെയോ 4 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളെയോ സംവഹനം ചെയ്യുന്നു. ഹീമോഗ്ലോബിന്റെ അളവ് സ്ത്രീകളിൽ 12 മുതൽ 16 വരെ. ഹീമോഗ്ലോബിന്റെ അളവ് പുരുഷന്മാരിൽ 14 മുതൽ 18 വരെ. അളവ് കുറയുന്നത് അനീമിയയ്ക്ക് കാരണമാകുന്നു. അടുത്ത ടോപ്പിക് ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ സസ്യസമ്പത്തിനെ പറ്റിയുള്ള ആദ്യ പുസ്തകം. മലബാറിന്റെ ഉദ്യാനം എന്നറിയപ്പെടുന്ന രചന. ലാറ്റിൻ ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. 1678 മുതൽ 1693 വരെ നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്ന് 12 വാല്യങ്ങളായി പുറത്തിറക്കി. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊച്ചിയിലെ ഗവർണറാണ് അഡ്മിറൽ വാൻ റീഡ്. ഇതിന്റെ രചനയ്ക്ക് നിർണായക സംഭാവനകൾ നൽകിയ തദ്ദേശീയ പണ്ഡിതരാണ് കൊല്ലാട്ട് ഇട്ടി അച്യുതൻ വൈദ്യർ, രംഗഭട്ട്, വിനായക ഭട്ട്, അപ്പു ഭട്ട്. മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ച കൃതി എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ സസ്യസമ്പത്തിനെ പറ്റിയുള്ള ആദ്യ പുസ്തകം. മലബാറിന്റെ ഉദ്യാനം എന്നറിയപ്പെടുന്ന രചന. ലാറ്റിൻ ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. 1678 മുതൽ 1693 വരെ നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്ന് 12 വാല്യങ്ങളായി പുറത്തിറക്കി. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊച്ചിയിലെ ഗവർണറാണ് അഡ്മിറൽ വാൻ റീഡ്. ഇതിന്റെ രചനയിൽ നിർണായക സംഭാവനകൾ നൽകിയ തദ്ദേശീയ പണ്ഡിതരാണ് കൊല്ലാട്ട് ഇട്ടി അച്യുതൻ വൈദ്യർ, രംഗഭട്ട്, വിനായക ഭട്ട്, അപ്പു ഭട്ട്. മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ച കൃതി എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. അടുത്ത ടോപ്പിക് പരാഗണം വിവിധ തരത്തിൽ. ആട്ടോഗമി. ഒരേ പൂവിൽ തന്നെ നടക്കുന്ന പരാഗണം. പരാഗിയും പരാഗണ സ്ഥലവും ദൃശ്യമാകുന്ന രീതിയിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂവിൽ പൂർണ്ണമായും ഓട്ടോഗമി നടക്കാനുള്ള സാധ്യത വിരളമാണ്. ഗെയ്റ്റിനോഗമി. ഒരു പൂവിന്റെ പരാഗണ രേണുക്കൾ അതേ സസ്യത്തിലെ മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന രീതി. പരാഗണകാരികൾ ഉൾപ്പെടുന്നതിനാൽ ധർമ്മപരമായി ഇത് പരാഗണമാണ്. പരാഗണ രേണുക്കളുടെ ഉറവിടം ഒരേ സസ്യത്തിൽ നിന്നായതിനാൽ ജനിതകപരമായി ഇത് ഓട്ടോഗമിയാണ്. സെനോഗമി. പരാഗരേണുക്കൾ ഒരു പൂവിൽ നിന്ന് അതേ വർഗത്തിലുള്ള മറ്റൊരു സസ്യത്തിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന പ്രക്രിയ. ജനിതകപരമായി വ്യത്യസ്തത പുലർത്തുന്ന പരാഗണ രേണുക്കളെ പരാഗണ സ്ഥലത്തെത്തിക്കുന്ന ഏക പരാഗണ രീതിയാണിത്. അടുത്ത ടോപ്പിക് ലൈംഗിക പകർച്ചവ്യാധികൾ. ഗൊണേറിയ, പറങ്കിപ്പുണ്ണ് അഥവാ സിഫിലിസ്, ജെനിറ്റൽ ഹെർപ്പിസ്, ക്ലാമീഡിയാസിസ്, ജനനേന്ദ്രിയ മുഴ അഥവാ ജെനിറ്റൽ വാർഡ്സ്, ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ്. അടുത്ത ടോപ്പിക് ജനിതക രോഗങ്ങൾ. ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കുന്നതിന് കാരണമായ ഒരു കൂട്ടം മാംസ്യങ്ങളിൽ ഒന്നിന് തകരാറ് സംഭവിക്കുന്നു. രോഗം ബാധിച്ച വ്യക്തിക്ക് ഒരു ചെറിയ മുറിവിൽ നിന്ന് പോലും നിലയ്ക്കാത്ത രക്തപ്രവാഹം ഉണ്ടാകുന്നു.
വിപരീത ജീനുകളുള്ള സ്ത്രീകളിൽ നിന്ന് ഈ രോഗം ആൺമക്കളിലേക്ക് പകരാം. വിക്ടോറിയ രാജ്ഞിയുടെ വംശപാരമ്പര്യത്തിൽ കണ്ടുവന്ന രോഗമായതിനാൽ ഇതിനെ രാജകീയ രോഗം എന്നും അറിയപ്പെടുന്നു. റോയൽ ഡിസീസ്. വർണ്ണാന്ധത. കണ്ണിലെ ചുവന്ന അല്ലെങ്കിൽ പച്ച കോൺ കോശങ്ങളുടെ തകരാറ് മൂലം പ്രാഥമിക വർണ്ണങ്ങളായ ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാനുള്ള കഴിവില്ലായ്മ. എക്സ് ലിംഗ ക്രോമസോമിലെ ജീനുകൾക്കുണ്ടാവുന്ന ഉൾപരിവർത്തനമാണ് ഈ തകരാറിന് കാരണം. ഈ തകരാർ 8% പുരുഷന്മാരിൽ കാണപ്പെടുന്നു. സ്ത്രീകളിൽ 0.4% പേരിൽ കാണപ്പെടുന്നുള്ളൂ. വർണ്ണാന്ധതയിലേക്ക് നയിക്കുന്ന ജീനുകൾ എക്സ് ക്രോമസോമിൽ ഉൾപ്പെട്ടിരിക്കുന്നവ. അടുത്ത ടോപ്പിക് വർണ്ണവസ്തുക്കൾ. രക്തത്തിന് ചുവപ്പ് നിറം ഹീമോഗ്ലോബിൻ, ഇലകൾക്ക് പച്ച നിറം ഹരിതകം, ക്യാരറ്റിന് ഓറഞ്ച് നിറം കരോട്ടിൻ, ചെടികൾക്ക് മഞ്ഞ നിറം സാന്തോഫിൽ, ചെടികൾക്ക് നീല, പർപ്പിൾ തുടങ്ങിയ നിറങ്ങൾ ആന്തോസയാനിൻ, മഞ്ഞളിന് മഞ്ഞ നിറം കുർക്കുമിൻ, തക്കാളിക്ക് ചുവന്ന നിറം ലൈക്കോപ്പിൻ, ബീട്രൂട്ട് ബീറ്റാ സയാനിൻ, കുങ്കുമം ബിക്സിൻ, ത്വക്കിന് നിറം മെലാനിൻ, മൂത്രത്തിന് നിറം യൂറോക്രോം, ബൈലിന്റെ നിറം ബിലിറൂബിൻ അഥവാ ബിലിവെർഡിൻ, രക്തത്തിന് ചുവപ്പ് നിറം ഹീമോഗ്ലോബിൻ, ഇലകൾക്ക് പച്ച നിറം ഹരിതകം, ക്യാരറ്റിന് ഓറഞ്ച് നിറം കരോട്ടിൻ, ചെടികൾക്ക് മഞ്ഞ നിറം സാന്തോഫിൽ, ചെടികൾക്ക് നീല, പർപ്പിൾ തുടങ്ങിയ നിറങ്ങൾ ആന്തോസയാനിൻ, മഞ്ഞളിന് മഞ്ഞ നിറം കുർക്കുമിൻ, തക്കാളിക്ക് ചുവന്ന നിറം ലൈക്കോപ്പിൻ, ബീട്രൂട്ട് ബീറ്റാ സയാനിൻ, കുങ്കുമം ബിക്സിൻ, ത്വക്കിന് നിറം മെലാനിൻ, മൂത്രത്തിന് നിറം യൂറോക്രോം, ബൈലിന്റെ നിറം ബിലിറൂബിൻ അഥവാ ബിലിവെർഡിൻ. പേശികോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റ് സാർക്കോമിയർ. നാര് പോലെ കാണപ്പെടുന്ന പേശികലയുടെ മറ്റൊരു പേര് പേശിതന്തു. പേശിതന്തുക്കളുടെ കൂട്ടങ്ങൾ അറിയപ്പെടുന്ന പേര് ഫാസിക്കിളുകൾ. മയോഫിലമെന്റുകൾ എന്നറിയപ്പെടുന്ന മാംസ്യനാരുകൾ കൂടിച്ചേരുന്നത് മയോഫൈബ്രിൻ. കനം കുറഞ്ഞ മയോഫിലമെന്റുകൾ അറിയപ്പെടുന്ന പേര് ആക്റ്റിൻ ഫിലമെന്റുകൾ. കനം കൂടിയ മയോഫിലമെന്റുകൾ അറിയപ്പെടുന്നത് മയോസിൻ. പേശികോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ സംഭരിക്കുന്ന മാംസ്യം മയോഗ്ലോബിൻ. പേശികോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റ് സാർക്കോമിയർ. നാരുപോലെ കാണപ്പെടുന്ന പേശിക്കലയുടെ മറ്റൊരു പേര് പേശിതന്തു. പേശിതന്തുക്കളുടെ കൂട്ടങ്ങൾ അറിയപ്പെടുന്ന പേര് ഫാസിക്കിളുകൾ. മയോഫിലമെന്റുകൾ എന്നറിയപ്പെടുന്ന മാംസ്യനാരുകൾ കൂടിച്ചേരുന്നത് മയോഫൈബ്രിൻ. കനം കുറഞ്ഞ മയോഫിലമെന്റുകൾ അറിയപ്പെടുന്ന പേര് ആക്റ്റിൻ ഫിലമെന്റുകൾ. കനം കൂടിയ മയോഫിലമെന്റുകൾ അറിയപ്പെടുന്ന പേര് മയോസിൻ. പേശികോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ സംഭരിക്കുന്ന മാംസ്യം മയോഗ്ലോബിൻ. അടുത്ത ടോപ്പിക് ജീവകങ്ങളും ശാസ്ത്രീയ നാമവും. A1 റെറ്റിനോൾ, A2 ഡീഹൈഡ്രോ റെറ്റിനോൾ, B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാന്തട്ടണിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയനോകൊബാലമിൻ, C അസ്കോർബിക് ആസിഡ്, D കാൽസിഫെറോൾ, E ടോക്കോഫെറോൾ, K ഫില്ലോക്വിനോൺ. A1 റെറ്റിനോൾ, A2 ഡീഹൈഡ്രോ റെറ്റിനോൾ, B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാന്തോതണിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സൈനോകൊബാലമിൻ, C അസ്കോർബിക് ആസിഡ്, D കാൽസിഫെറോൾ, E ടോക്കോഫെറോൾ, K ഫില്ലോക്വിനോൺ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ടോപ്പിക് വൈസ് ക്ലാസുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.